ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് പൊന്തമ്പുഴയിലാണ് കേട്ടോ. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. നമ്മുടെ ബ്രൈഡ് നെജ്മീൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നെജ്മിക്ക് ഇന്ന് വന്നിട്ട് ഹിജാബാണ്. നമ്മൾ ഏർലി മോർണിംഗ് പോയിട്ടുണ്ടായിരുന്നു. ആൾക്കൊരു 7:30 8 ഒക്കെ ആകുമ്പോഴത്തേക്കും റെഡിയായി കഴിയണമായിരുന്നു. പക്ഷേ ഭയങ്കര മഴയായതുകൊണ്ട് ഫോട്ടോസൊന്നും എടുക്കാൻ ആൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മോർണിംഗൊക്കെ നല്ല മഴയായിരുന്നു. ഓക്കെ, അപ്പം ആളുടെ ഹിജാബ് റോൾ ചെയ്യുന്നതിൻ്റെയും ടർബൻ കെട്ടുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഇത് വന്നിട്ട് ഞാനിപ്പം ടർബനാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ട് പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ട് പറയണില്ല കേട്ടോ. നമുക്ക് മേക്കപ്പിനെ പറ്റി കാര്യമായിട്ട് പറയാം. ഓക്കെ, അപ്പം ഇത് നെജ്മിയുടെ വെഡ്ഡിങ് ഡേയുടെ ലുക്കാണ്. നമ്മൾ ഓൾറെഡി മെഹന്തി ലുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് വെഡ്ഡിങ് ഡേയുടെ ലുക്കാണ് കേട്ടോ. ആളുടെ ഡ്രസ്സ് വന്നിട്ട് ഒരു ലെഹങ്കയാണ്, റെഡ് ലെഹങ്ക. പിന്നെന്താ, ഓക്കെ, മേക്കപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ടർബൻ കെട്ടിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ നോർമലി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ചിലർക്ക് ഷോളൊക്കെ ഇടണം എന്ന് പറയും. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ ടർബൻ കെട്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. നമ്മുടെ എന്തായിരുന്നു, മാക്കിൻ്റെ പ്ലസ് പ്രൈം സ്പ്രേ ചെയ്ത് കൊടുത്തു. അതെന്തിനാണ് സ്പ്രേ ചെയ്യണതെന്ന് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ഒരു ഒന്ന് പ്രെപ്പ് ചെയ്ത് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈമിങ് വാട്ടർ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഹൈഡ്രേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ലെൻസാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പം ലെൻസ് ആപ്ലിക്കേറ്റർ വെച്ച് ലെൻസ് വെച്ച് കൊടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. നിങ്ങളത് വെച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഭയങ്കര ഈസിയാണ്. നമുക്ക് കുറച്ചും കൂടെ കാണുമ്പം കുറച്ചും കൂടെ നമ്മൾ ഹൈജീനിക്കാണ്, ലൈക്ക് കുറച്ചും കൂടെ എളുപ്പവുമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ലെൻസ് ഞാൻ നമ്മുടെ ഫ്രഷ് ലുക്കിൻ്റെ പ്യൂർ ഹേസലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ചൊരു ബ്രൗണിഷ് ഷെയ്ഡ് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഐബ്രോ ചെയ്ത് കൊടുത്തു. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പാലറ്റ് യൂസ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ എന്താ കണ്ണ് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആളുടെ ഫേസിൽ ഇപ്പം നമ്മൾ ലൈറ്റിലൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ പ്രശ്നങ്ങളില്ല. കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ള ഫേസായിരുന്നു. കുറച്ച് ഓപ്പൺ പോസും അതുപോലെ പാടുകളും കുറച്ച് പിമ്പിൾ മാർക്സും കാര്യങ്ങളും ചെറിയ ചെറിയ ബമ്പി ആയിട്ട് നിൽക്കുന്ന പിമ്പിൾസൊക്കെ ഉള്ള ഫേസായിരുന്നു കേട്ടോ. സോ നമ്മൾ അത്യാവശ്യം കവറേജ് ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ആൾക്ക് ചെറിയ മേക്കപ്പ് വരുമ്പോഴും ഭയങ്കര ഹെവി ലുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇതായിരുന്നു ആൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ കൺസീൽ ചെയ്ത് കൊടുത്തു. കൺസീൽ ഞാൻ ചെയ്തിട്ടുള്ളത് ടാർട്ടിൻ്റെ കൺസീലർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ടാർട്ടിൻ്റെ ഏത് ഷെയ്ഡ്സൊക്കെ കയ്യിലുള്ളതെന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടില്ല വെച്ചാൽ അത് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പൗഡർ വെച്ചിട്ട് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹുദേൻ്റെ പൗഡർ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പൗഡേഴ്സ് കൂടുതൽ ഹുദേൻ്റെ പൗഡേഴ്സാണ്. ഹുദേൻ്റെ പൗഡറുണ്ട്, പിന്നെ മാക്കിൻ്റെ ഒരു പൗഡറുണ്ട്. അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യൽ. ലോറേൻ്റെ പൗഡർ നല്ലതാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ വാങ്ങി ട്രൈ ആക്കി നോക്കിയിട്ടില്ല. ഇൻഷാ അള്ളാ നമുക്ക് വാങ്ങിയത് ട്രൈ ആക്കി നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. ലൈക്ക് അത് നല്ലൊരു പൗഡറാണ്, നല്ലതാണ് സെറ്റ് ചെയ്യാൻ, ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ നല്ല പൗഡറാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാണ്. ഐ മേക്കപ്പ് വന്നിട്ട് ഞാൻ ക്രീസ് കട്ട് ചെയ്തിട്ട്, അതായത് ആ ഒരു ഫ്രണ്ട് കോർണർ പോർഷനിൽ നിന്ന് ഹാഫ് കട്ട് ക്രീസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പാലറ്റ് ഹുദേൻ്റെ ന്യൂഡ് പാലറ്റും നോട്ടി പാലറ്റും അതുപോലെ പി ലൂയിസിൻ്റെ പാലറ്റും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഐ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലിറ്റേഴ്സ് വന്നിട്ട് ടീസോളോൻ്റെ ഗ്ലിറ്റേഴ്സാണ്. ടീസോൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അതിന് കുറച്ച് ഗ്ലിറ്റേഴ്സ് ഉണ്ട്. ഗ്ലിറ്റേഴ്സ് എന്നല്ല, ചെറിയ ചെറിയ പിഗ്മെൻറ്റ്സ് അത് വെച്ചിട്ടാണ് അതിൽ എന്താ പറയുക, ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിഗ്മെൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മളങ്ങനെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഐലാഷ് വെച്ച് കൊടുത്തു. ഐലാഷ് വന്നിട്ട് യൂറോ പാരസിൻ്റെ, പിന്നെ ലക്സ്മോറിൻ്റെ ഐലാഷസ് ഉണ്ട്. അതും നല്ല ഐലാഷസാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു കോർണറിൽ കുറച്ച് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ബാൻഡിന് കുറച്ച് വീതി കൂടുതലാണ്. അപ്പം അത് കട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ വെക്കേണ്ട വരും. സോ കുറച്ചും കൂടെ നമുക്ക് ഈസിയായിട്ട് വെക്കാനും കുറച്ചും കൂടെ ഒരു വെയിറ്റ് കുറവ് ഫീൽ ചെയ്യുന്നതും യൂറോ പാരസിൻ്റെ ആയതുകൊണ്ടാണ് നമ്മൾ യൂറോ പാരസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. യൂറോ പാരസ് ഒരുപാട് പേര് യൂറോ പാരസ് യൂസ് ചെയ്യുന്നവരുണ്ട്. കൂടുതലും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അതാണ് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, മീൻസ് ബഡ്ഡിങ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവർ നമുക്ക് ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരൊക്കെ അവർ പുതിയ പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ അവരുടെ ബ്രൈഡൽ വർക്ക്സും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ വാട്സപ്പിലൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് അവർ യൂസ് ചെയ്യുന്ന ലാഷ്. അത് വന്നിട്ട് നമ്മൾ ഈ ഫാൻസി ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് പോലൊക്കെ
ആ മെറ്റീരിയൽ ആക്ച്വലി എന്താ പറയാന്ന് എനിക്കറിയില്ല. കണ്ണ് നമുക്ക് പ്ലാസ്റ്റിക് പോലെ ഫീൽ ചെയ്യും. ഭയങ്കരം വലുതായിട്ട്, കണ്ണിലും വലുതായിട്ട് ഭയങ്കര നീണ്ട് നിൽക്കണ ലാഷസൊക്കെ. ആക്ച്വലി ആ ലാഷിന് എനിക്ക് തോന്നുന്നു 100 ആ ഒരു റേറ്റാണ് വരുന്നത്. ആക്ച്വലി നമ്മുടെ ലാഷിനും നമ്മൾ ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും റേറ്റ് കുറവാണ്. MRPയിൽ 400 ഒക്കെ ആണെങ്കിലും നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഇതിന് റേറ്റ് കുറവാണ്. സോ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ ലാഷുകൾ യൂസ് ചെയ്യുക കേട്ടോ. ഇതിപ്പം എല്ലാവരുടെ അടുത്തും എനിക്ക് കാണിക്കുന്നവർക്കൊക്കെ ഞാൻ പറയാറുണ്ട്, ലാഷ് മാറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ഭയങ്കര എന്തോ ഒരു പണ്ടത്തൊക്കെ മേക്കപ്പിൻ്റെ ആ ഒരു ലുക്കാണ് അതിൽ ഫീൽ ചെയ്യുക ആക്ച്വലി. നമ്മളെ ലാഷും കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ തന്നെ ആ കണ്ണിന് ഭയങ്കര ഒരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ നിങ്ങൾ ഈ യൂറോ പാരിസിൻ്റെ ലാഷൊക്കെ നല്ല അഫോർഡബിൾ ആണ്. ലൈക്ക് മറ്റേത് വാങ്ങിക്കുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആണ്. നിങ്ങൾക്കത് ഈ നമ്മൾ ഈ എന്താ പറയുക, മറ്റേ പേജസ് ഒക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ, ഓരോ ഏജൻസിൻ്റെ ലൈക്ക് മിഡാസിൻ്റെ ഉണ്ട്, പിന്നെ നമ്മുടെ അൻസാരിയുടെ ഉണ്ട്. അവരൊക്കെ ഓൺലൈൻ സർവീസ് ചെയ്യുന്നവരാണ്. അവർക്കൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് കൊറിയർ അയച്ചു തരും. അപ്പം നമുക്കിത് വാങ്ങാനും വലിയ ബുദ്ധിമുട്ടില്ല. എന്നോട് പറയുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട്, അങ്ങനെ നിങ്ങൾ കൊറിയർ ചെയ്ത് വാങ്ങുമെന്നൊക്കെ, ലോങ് ആണെന്നൊക്കെ പറയുമ്പം. കാരണം മറ്റേത് വയ്ക്കുമ്പോൾ ഭയങ്കര ബോറാണ് ആക്ച്വലി. നിങ്ങളപ്പം പുതിയതായിട്ടൊക്കെ ഉള്ളവരാണ്, നിങ്ങളിതാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാറ്റി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മേക്കപ്പ് കുറേ കഴിഞ്ഞു പോയി. ആക്ച്വലി നമ്മൾ പിന്നെ ഫേസ് സ്റ്റാർട്ട് ചെയ്തത്, ഫേസിൽ വന്നിട്ട് ഹുദാൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മോയ്സ്ചറൈസർ വന്നിട്ട് മേക്സ് മീ ആൻഡ് മോയ്സ്ചറൈസർ, അതുപോലെ ഹുദാൻ്റെ വാട്ടർ ജെല്ലിയാണ് പ്രൈമറായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ കൺസീൽ ചെയ്ത് കൊടുത്തു. PSൻ്റെയും ടാർട്ടിൻ്റെയും കൺസീലർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് എല്ലാ ഷെയ്ഡ്സും വാങ്ങി വയ്ക്കാൻ പറ്റില്ല. എല്ലാ ബ്രാൻഡിൽ നിന്നല്ല, എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകളിൽ നിന്ന് ഞാൻ 2-3 ഷെയ്ഡ്സാണ് വാങ്ങി വെക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ആക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ആളുടെ ഫേസ് ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം കവറേജ് കൊടുക്കേണ്ട ഫേസ് ആയിരുന്നു. സോ നമ്മൾ അത്യാവശ്യം കവറേജ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. സോ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തത് ഹുദേൻ്റെ ഫൗണ്ടേഷനാണ്. ഹുദയും നാസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഫൗണ്ടേഷൻ്റെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട്. ചിലർ പറയാറുണ്ട് റേറ്റ് കുറഞ്ഞ ഫൗണ്ടേഷൻ യൂസ് ചെയ്താലും നമ്മുടെ മെത്തേഡൊക്കെ കറക്റ്റ് ആണെങ്കിൽ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുമെന്ന്. പക്ഷേ എനിക്കെന്തോ അത് ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഹുദ, ബോബി ബ്രൗൺ ഉണ്ട്, ഷാർലറ്റ് ടിൽബറി ഉണ്ട്, അതുപോലെ നാസ് ഉണ്ട്, പിന്നെ ഡിയോറിൻ്റെ ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് എന്തോ മറ്റേ റേറ്റ്, പിന്നെ മേക്സ് മീ ആൻഡ് എനിക്ക് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ. അതിന് 2000 ആ ഒരു റേറ്റ് എന്തോ ആണ് വരിക. അതാണ് കയ്യിലുള്ളതിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കേട്ടോ. പിന്നെ എനിക്കെന്തോ കുറഞ്ഞ ഫൗണ്ടേഷൻസ് എനിക്കെന്തോ വർക്കായിട്ടില്ല. സോ ഞാൻ റിസ്ക് എടുക്കാറില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഹുദയിലാണ് വേറെയുള്ള ഫൗണ്ടേഷൻസ് മിക്സ് ചെയ്യാറ്. എനിക്കെന്തോ അതാണ് കുറച്ചും കൂടെ എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ചിലപ്പം നിങ്ങൾ ചെയ്യുമ്പം അഫോർഡബിൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്കെന്തോ അത് വർക്ക് ആവാത്തതുകൊണ്ട്, എനിക്ക് റിസ്ക് എടുക്കാൻ പേടിയായതുകൊണ്ടും ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ പൗഡർ സെറ്റ് ചെയ്തത് ഹുദേൻ്റെ പൗഡർ വെച്ചിട്ടാണ്. പിന്നെ മാക്കിൻ്റെയും ഹുദേൻ്റെയും പൗഡർ മിക്സ് ചെയ്തിട്ട് ഞാൻ ഷെയ്ഡ് സെറ്റ് ചെയ്തിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഈ പൗഡറിൻ്റെ ഷെയ്ഡ് എങ്ങനെയാണെന്ന് എല്ലാവരും അല്ല, കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിൽ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡും ഉണ്ട്, ലൈറ്റും ഉണ്ട്, മീഡിയം ഉണ്ട്. ഞാൻ എന്നിട്ട് അതിനെ മിക്സ് ചെയ്യുന്ന സെയിം ബ്രാൻഡ് ആവണമെന്നൊന്നുമില്ല, മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ പൗഡർ സെറ്റ് ചെയ്തു. പിന്നെ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ PSൻ്റെ ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബ്ലഷും അതുപോലെ തന്നെ ഹൈലൈറ്ററും നമ്മുടെ PSൻ്റെ ഹൈലൈറ്റർ. ഇതൊക്കെ ഓൾറെഡി എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ പ്രോഡക്ട്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തു കേട്ടോ. കുറേയും കൂടെ പ്രോഡക്ട്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസൊക്കെ ആക്ച്വലി ഒരുപാട് പഴയതാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ സെപ്റ്റംബറോ നവംബറിലോ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് ആളുടെ കല്യാണമൊക്കെ. ഒരുപാട് പഴയതാണ്. എനിക്ക് സീസൺ ടൈമൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാനും പറക്കാനും ഒന്നും സമയം കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ലാഗ് അടിച്ചിരുന്നതാണ്. ഞാൻ എല്ലാം മാർച്ചിൽ തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നതാണ് കേട്ടോ. പക്ഷെ നടന്നില്ല. മാർച്ച് ആയപ്പോഴത്തേക്കും നോമ്പും കാര്യങ്ങളൊക്കെ, നോമ്പിൽ തീർക്കാം എന്നായിരുന്നു ആക്ച്വലി പ്ലാൻ. പക്ഷേ കുറേ പ്ലാൻസ് വേറെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് നടന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഇനി പതുക്കെ ഉള്ള വീഡിയോസൊക്കെ ഇട്ട് തീർക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ പ്രോഡക്ട്സ് ഒക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. ഓക്കെ, പിന്നെ അങ്ങനെ സെറ്റിംഗ് സ്പ്രേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ PSൻ്റെ സെറ്റിംഗ് സ്പ്രേ മൈക്രോ ഫിനിഷ്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് അർബൻ ഡിക്കിയും അടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വിടുക, മേക്കപ്പ് ഒന്ന് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് സെഫോറേൻ്റെ 86 ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ കാജൽ ഞാൻ യൂസ് ചെയ്യുന്നത് PSൻ്റെ കാജലാണ്.
ഓക്കെ. അപ്പം അത് കഴിഞ്ഞു. ഫുൾ ഫേസും മേക്കപ്പും കാര്യമൊക്കെ കഴിഞ്ഞു. ഹിജാബും നമ്മൾ റോൾ ചെയ്തു. ഹിജാബ് റോൾ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഹിജാബ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നല്ല മെറ്റീരിയൽ എടുക്കുക. ലൈക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഷിഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് കോണൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇതിന് കോണും കാര്യങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ഈ മെറ്റീരിയൽ വന്നിട്ട് ഭയങ്കര ലൂസായി കവിളിലേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇത്രയെങ്കിലും ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. കുറേ ടൈം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ നമ്മൾ ഷോൾ ഇട്ട് കൊടുത്തു. പിന്നെ സൈഡ് ചുട്ടി വെച്ച് കൊടുത്തു. ഞാൻ ചുട്ടീസും കാര്യങ്ങളും എല്ലാം ഹിജാബിലേക്കുള്ളത് തയ്ച്ചിട്ടാണ് കേട്ടോ കൊടുക്കാറ്. അതുപോലെ ഓർണമെൻറ്റ്സും നമ്മൾ തയ്ച്ചിട്ടാണ് കൊടുക്കുക. എല്ലാവരും ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്താൽ പോരെന്നൊക്കെ ചോദിച്ചു. എന്തോ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്താൽ എനിക്ക് നിൽക്കാറില്ല. അതുകൊണ്ടാണ്, എനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കും ഗ്ലൂ ഒക്കെ അതിൻ്റെ വഴിക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് ആകുമ്പോൾ കറക്റ്റായിട്ട് അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നോളും. നമുക്ക് അവരെന്തോരം കറങ്ങിയാലും തിരിഞ്ഞാലും ഒടിഞ്ഞാലും മടങ്ങിയാലും ഒന്നും അത് പോകത്തില്ല. അതുകൊണ്ട് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ ഹിജാബിലാണെങ്കിലും എല്ലായിടത്തും പിന്ന് കുത്താതെ പറ്റുന്നിടത്തൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യാറ്. ഓക്കെ. അപ്പം ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടു. അതൊക്കെ സ്റ്റിച്ച് ചെയ്തു. ഷോളും ഡ്രൈപ്പ് ചെയ്തു. സ്കേർട്ടും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ നെജ്മീൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഓൾറെഡി ഹിജാബ് വീഡിയോ ഇട്ടിട്ട് ആളുടെ ഫൈനൽ ലുക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോയിലും ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് പറയാം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടുക. ഞാൻ മാക്സിമം എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടുക കേട്ടോ. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞു തരിക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക കേട്ടോ. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പുറത്ത് ഞാൻ പറഞ്ഞില്ലേ മഴ ആയതുകൊണ്ട് ആൾക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നല്ല ഗ്ലോയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഗുച്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് വളരെ ലൈറ്റായിട്ട് ഗുച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.